ഈ അടുത്ത ദിവസം നടന്ന അഭിമുഖത്തിൽ വിനീത് ശ്രീനിവാസൻ തൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. വിശ്വാസം പലപ്പോഴും സാന്ത്വനിപ്പിക്കുന്നതാണെന്നും താൻ തന്നെ വിശ്വാസത്തെ ഒരു വാളായി എടുത്ത് ആരുടെ അടുത്ത് സമരത്തിന് പോകുന്നില്ലെന്നും താരം പറഞ്ഞു. വിജയ് സേതുപതി ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നതും സമാന ആശയമാണ്. വിശ്വാസികളും യുക്തിവാദികളും ചേർന്നതാണ് സമൂഹം. തള്ളിക്കളയേണ്ടത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ്. സാധാരണ വിശ്വാസികളെ കൂടി ഉൾക്കൊള്ളിച്ച് നടപ്പാക്കേണ്ടതാണ് നാടിൻ്റെ വികസന പദ്ധതികൾ. വിഷയത്തിലേക്ക് വരാം. ശബരിമലയിൽ ഇടതുപക്ഷത്തിൽ എന്ത് കാര്യമെന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. സാധാരണ വിശ്വാസികളുടെ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിൻ്റെയും പരിവർത്തന പ്രക്ഷോഭങ്ങളുടെയും ഫലമായി രൂപപ്പെട്ടതാണ് ശബരിമലയുടെ മതനിരപേക്ഷ സ്വഭാവം. ശബരിമലയെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളെ ചെറുക്കണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. BJPയും കോൺഗ്രസും കാലാകാലങ്ങളായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശബരിമലയെ ആയുധമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമന പരിഷ്കരണ നീക്കങ്ങളെ ആകെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാണ് അവർ എതിർക്കുന്നത്. നാട്ടിലെ അമ്പല കമ്മിറ്റികൾ മുതൽ പള്ളിയിലെ മഹൽ കമ്മിറ്റികൾ വരെ അത് പ്രകടവുമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ജമാഅത്തെ ഇസ്ലാമിക് അല്ല എന്നതുപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ RSSൻ്റെ കാര്യവും. ഒരു കണക്ക് കൂടി പറയാം. ശബരിമല തീർത്ഥാടനത്തിന് മാത്രം ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 341.26 കോടിയാണ് ചെലവിട്ടത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ 4 വർഷത്തിൽ മാത്രം 1255.32 കോടിയാണ് ചെലവിട്ടത്. ശബരിമല വികസനത്തിനാകെ UDF സർക്കാർ 5 വർഷം കൊണ്ട് 456.216 കോടി അനുവദിച്ചപ്പോൾ LDF സർക്കാർ വകയിരുത്തിയത് 1519.22 കോടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ബുദ്ധിയിലെ തള്ളിക്കളയലല്ല, ചർച്ചയിലൂടെയുള്ള പരിഗണിക്കലാണ് സർക്കാരിൻ്റെ കടമ. അടുത്ത ചോദ്യം, എന്തിന് അയ്യപ്പ സംഗമം, ആർക്കെന്ത് ഗുണം എന്നുള്ളതാണ്. ഏതൊരു സംഗമത്തിനും സമ്മേളനത്തിനും യോഗത്തിനും അതിൻ്റെ ഘടനയിൽ ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാകും, ഫോളോ അപ്പ് ഉണ്ടാകും. ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടവർ അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കും. ഇവിടെ നോക്കിയാൽ ശബരി റെയിൽപാത, വിമാനത്താവളം, തിരക്ക് നിയന്ത്രിക്കാൻ AI സംവിധാനം, ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കയറാനും ഇറങ്ങാനും സഹായത്തിന് റോബോട്ട് തുടങ്ങിയ വികസന പദ്ധതികൾ നിരവധിയാണ്. ഇവ നടപ്പാക്കാൻ ദേവസ്വം മന്ത്രി ചെയർമാനും ദേവസ്വം പ്രസിഡന്റ് കൺവീനറുമായ 18 അംഗ സമിതിക്കും രൂപ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചിട്ടയായ സംഘാടനം, ചർച്ച, തീരുമാനം, ഉപസമിതി രൂപീകരണം എന്നിവ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു. ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടന ടൂറിസം, തിരക്ക് നിയന്ത്രണവും സുരക്ഷയും, തീർത്ഥാടകരുടെ ആരോഗ്യം എന്നീ തരത്തിലായിരുന്നു ചർച്ചയുടെ ഫോർമാറ്റ്. ഓരോ വർഷവും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അതിനനുസരിച്ച് സുഗമമായ യാത്രാ സൗകര്യം, പാർക്കിംഗ്, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഒക്കെ വേണം. എരുമേലി അടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കണം. ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ തയ്യാറാക്കേണ്ടതുള്ളതാണ് പ്രധാനം. ദേവസ്വം ബോർഡിന് വിശ്വാസികൾ നോക്കിക്കോളൂ എന്നാണ് മറ്റൊരു വാദം. വിശ്വാസികളുടെ കയ്യിൽ തന്നെയായിരുന്നു പണ്ട് ക്ഷേത്രങ്ങൾ. ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നശിക്കുന്ന നില വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകണമെന്ന, സർക്കാർ ഇടപെടൽ നടത്തണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. അങ്ങനെയാണ് ബോർഡുകളും മറ്റു ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത്. തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതും ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഉറപ്പായതും അതോടെയാണ്. ദേവസ്വം ബോർഡിൻ്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ഇപ്പോഴും സജീവമാണ്. സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിന് സർക്കാർ അങ്ങോട്ട് പണം നൽകുക കൂടി ചെയ്യുന്നു. അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള ക്ഷേത്രങ്ങൾ എത്രയോ കാലമായി നിലനിന്നു പോകുന്നത്. അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിലാകാത്തത്. കോൺഗ്രസും BJPയും പതിവ് പോലെ നാടിൻ്റെ മുന്നേറ്റത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തുണ്ട്. എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നോ കൂടിയാലോചനകൾ എപ്രകാരമാണെന്നോ ഇക്കൂട്ടർക്ക് യാതൊരു ധാരണയുമില്ല. തുരങ്കം വെക്കൽ തുടരുമെന്ന വെല്ലുവിളി ഈ നാട് തിരിച്ചറിയുന്നത് തീർച്ച.